നമസ്കാരം സർ. നമസ്കാരം. വൈക്കത്ത് ഒരുപാട് UDFൻ്റെ ഒരു പക്വമായിട്ടുള്ളൊരു തീരുമാനം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ബിനിമോൻ സാറ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും ഒരാളും എടുക്കാത്തൊരു നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വന്നൊരു സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അത്തരത്തിലൊരു രീതിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കുത്തക മണ്ഡലത്തിലെ ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങൾ കൂടി ഒരു മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള രീതിയിൽ സാറിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ 60 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA PS ശ്രീനിവാസൻ തൊട്ടിങ്ങോട്ട്, CPIയുടെ MK കേശവൻ, ഇപ്പോൾ BJPയിലേക്ക് പോയ അജിത്ത്, അതിന് ഇടയ്ക്ക് P നാരായണൻ, ഇപ്പോൾ ആശ. ഇവർ CPIയുടെ അത് ഒരു കുടുംബത്തിൽ ബന്ധുക്കളായിട്ടുള്ള ആളുകളാണ്. കേശവനും അതുപോലെ തന്നെ നാരായണനും അജിത്ത് മകൻ, ഇത് അനന്തരവള് ആശ. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഈ ഇത്രയും കാലം 40 വർഷക്കാലം 38 വർഷം, എൻ്റെ ആൾക്ക് 2 വർഷം കുറച്ചേ കിട്ടിയത്. അപ്പോൾ അങ്ങനെ കാലം ഒരു കുടുംബത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളായി വന്നിട്ടുള്ള ആളുകൾ ഈ നഗരത്തെ 40 വർഷം അവരിരുന്നെങ്കിൽ 80 വർഷം പുറകോട്ടടിക്കുക ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ നഗരത്തെ, ഈ നാടിനെ അവർ പറയുന്ന കാര്യങ്ങളുടെ ലംഘനങ്ങളാണ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒട്ടനവധി കാര്യങ്ങൾ. ഇപ്പോൾ വെച്ചൂർ റോഡ് ഏറ്റവും പ്രധാന 10 കൊല്ലം ആയി അതിൻ്റെ പണി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഒരു വീതി കൂട്ടലും നടന്നില്ല. ഇപ്പോൾ അവസാനം പറയുന്നു സ്ഥലം ഏറ്റെടുക്കൽ, അത് പാതി വഴിയിൽ നിൽക്കുക. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും കാപട്യമാണ്. ഇവിടെ 10 കൊല്ലമായി വർക്ക് തുടങ്ങിയ ഒരു മൃഗാശുപത്രി നഗരസഭയുടെ അധീനതയിലുള്ളതാണ്. അത് 1 കോടി രൂപയോളം മുടക്കി പണിയുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ 29 ലക്ഷം രൂപ കഴിഞ്ഞ 18-ാം തീയതി മന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചു പണി തീർക്കാൻ. ആ സാധനം ഉദ്ഘാടനം ചെയ്തിരിക്കുക 18-ാം തീയതി ചിഞ്ചൂറാണി വന്ന്. പണി തീരാത്ത 18-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞു. ഫെബ്രുവരി 18-ന് ഉദ്ഘാടനം കഴിഞ്ഞു. പണി കഴിഞ്ഞിട്ടില്ല. ഒരു നില പണി പൂർത്തിയാക്കാൻ ഞാനതിലൊന്നും പങ്കെടുത്തില്ല. ഇത് മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഒരു സ്ഥല മൃഗാശുപത്രി. അത് മുനിസിപ്പാലിറ്റിയുടെ സ്വന്തം പേരിലുള്ള കരമടയ്ക്കുന്ന വസ്തുവാണ്. ആ വസ്തുവിലിരിക്കുന്ന മൃഗാശുപത്രിക്ക് 1 കോടി കൊടുത്തിട്ട് അതിൻ്റെ പണി തീർന്നിട്ടില്ല. ഇനി ഒരു നില പണിയാൻ 29 ലക്ഷം ഇപ്പോൾ മന്ത്രി പ്രഖ്യാപിച്ചു. 1,29,00,000 മുടക്കിയ കെട്ടിടത്തിന്റെ പണി തീർന്നിട്ടില്ല. മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള സ്ഥലത്ത് നിന്ന് മുനിസിപ്പൽ ചെയർമാൻ തന്നെ മാറി നിൽക്കുന്ന ഒരു ഇനാഗുറേഷൻ നടത്തി. അതൊന്ന്. ഇപ്പോൾ വൈക്കം ജട്ടിയിൽ പിന്നെ സോളാർ ബോട്ട്, ആദ്യം ഒരു ബോട്ട് എറണാകുളം ഒരു ബോട്ട് കൊണ്ടുവന്നു. ആ ബോട്ട് പോയ വഴി പോലും കാണാൻ മേല. ഇപ്പോൾ ബോട്ടില്ല. വീണ്ടും ഇപ്പോൾ 3 ബോട്ട് കൊണ്ടുവന്നു. കഴിഞ്ഞ 20-ാം തീയതി മന്ത്രി വന്ന് ഇവിടെ പ്രഖ്യാപിച്ചു സോളാർ ജട്ടിയായി വൈക്കത്തെ പ്രഖ്യാപിച്ചു. അതിന് കെട്ടിടം പണിയാൻ തറക്കല്ലിട്ടു. പക്ഷേ ബോട്ട് 20-ാം തീയതി വന്നെങ്കിൽ 21-ാം തീയതി വൈകുന്നേരം ആ ബോട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഉടനെ ഇവിടെ പല ആളുകളും പ്രതിഷേധമായി കഴിഞ്ഞപ്പോൾ ഒരു കഴിഞ്ഞ 12-ാം തീയതി മാർച്ച് 12-ന് ആ ബോട്ട് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുക. അതിനകത്ത് കൊണ്ടുവന്നപ്പോൾ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ അടക്കമാണ് വൈക്കം ജട്ടിയിൽ അത് വന്ന്. അതായത് ആ ബോട്ടിൽ കയറി കിടന്നതായിരിക്കും, അല്ലെങ്കിൽ അതിൽ കിടന്ന് പ്രസവിച്ചതാവാം. ഏതൊക്കെയാലും സംഭവിച്ചതാണ്. കൂട്ടത്തിൽ എവിടെയാണ് സോളാർ ജെട്ടി കാണുന്നത്? ഇല്ല, അവിടെ കാണുന്നത് സോളാർ ജെട്ടിയാണ്. ഒരു ദിവസത്തേക്കെങ്കിലും സോളാർ ജെട്ടി പ്രഖ്യാപിച്ചു, ഒരു ദിവസം ബോട്ടിട്ടു, അടുത്ത ദിവസം കൊണ്ടുപോയി. അത് വളരെ നല്ല വികസനം. അപ്പൊ ഇത് ആശുപത്രി അത് 10 കൊല്ലത്തോളമായി അത് പണി നടക്കുന്നു. പക്ഷേ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ 3-ാം തീയതി തീരുമാനിച്ചു മന്ത്രി വരും. അന്നാണ് മന്ത്രിക്ക് അവിടെ അപകടമൊക്കെ ഉണ്ടായത്, ആക്സിഡൻറ്റ്. അപ്പോൾ ആ സമയത്ത് മന്ത്രി എത്തിയില്ല എന്ന് പറഞ്ഞ് 12-ാം തീയതിക്ക് വെച്ചു. അപ്പോൾ അത് മുനിസിപ്പൽ ചെയർമാനായ ഞാൻ പോലും അറിയാതെയാണ് ഈ ആലോചനകൾ നടക്കുന്നത്. ഞാൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഞാനറിയാതെ അങ്ങനെ പണി തീരാത്ത ഒരു ആശുപത്രി
ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചാൽ ഞാനവിടെ നിരാഹാരയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് പതുക്കെ ആലോചനയായി, LDF ചർച്ചയായി, അങ്ങനെ അത് മാറ്റിവെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ അത് ഉദ്ഘാടനത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നത്. അതും നഗരസഭയ്ക്ക് കൈമാറി കിട്ടിയ സ്ഥാപനം. ഇപ്പോൾ ഞങ്ങൾ 92 ലക്ഷം രൂപ ആശുപത്രിയുടെ നവീകരണത്തിനും മരുന്ന് വാങ്ങാനും അതുപോലെ തന്നെ അവിടെ ഓരോ പദ്ധതികൾക്കും വേണ്ടി നമ്മൾ നഗരസഭ കൊടുത്തിരിക്കുക. അങ്ങനെ 92 ലക്ഷം ഈ പദ്ധതി വെച്ചിരിക്കുക, ബഡ്ജറ്റിലുണ്ടത് ആശുപത്രിക്ക് വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്താണ് പണിതീരാത്ത കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ നേരേക്കടവ് മാക്കേക്കടവ് പാലം 10 കൊല്ലമായി. അത് ശരിക്കും ആ പാലത്തെ കുറിച്ച് ചിന്തിച്ചതും പ്രഖ്യാപിച്ചതും AK ആൻ്റണിയാണ്. AK ആൻ്റണിയാണ് അതിന് രൂപകൽപ്പന ചെയ്തത്. ആ പാലം ഇപ്പോൾ LDFൻ്റെ ആണെന്ന് പറയുന്നത് 10 കൊല്ലമായി. ഇപ്പോൾ ഇക്കരെ മുട്ടിയിട്ട് വന്ന സമയത്ത് പടക്കം പൊട്ടിക്കലും ബഹളവും പ്രഖ്യാപനങ്ങളും ആയിട്ട് തുള്ളിച്ചാടി. പക്ഷേ അത് പണി നടക്കണേ ഇനിയൊരു 2 കൊല്ലമെങ്കിലും കഴിയണം. അത് UDF അധികാരത്തിൽ വന്നാലേ അത് പൂർത്തിയാകൂ. അല്ല, എന്തായാലും പണിതീരാത്ത കെട്ടിടങ്ങളുടെയും പണിതീരാത്ത പാലങ്ങളുടെയും പിതൃത്വം ഏറ്റെടുക്കാനായിട്ട് ഒരു കൂട്ടരുള്ളത് നമുക്ക് സമാധാനിക്കാം എന്തായാലും. പക്ഷേ ഈ ഇലക്ഷൻ അടുത്ത് ഇനി ഇറങ്ങുമെന്ന് ഉറപ്പായി ഇപ്പോൾ ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ത്വരയായിട്ട് തന്നെ കണ്ടാൽ മതിയായിരിക്കും. ഇപ്പോൾ സ്കൂള് കെട്ടിടങ്ങൾ ഇപ്പോൾ പല സ്ഥലത്ത് ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ പണി പൂർത്തിയാകാതെയാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഉദ്ഘാടനം ആഗ്രഹമായിരിക്കാം. ഞങ്ങളിവിടെ മുനിസിപ്പാലിറ്റി 3 മാസമേ ആകുന്നുള്ളൂ. കഴിഞ്ഞ 21-ാം തീയതി വന്നപ്പോൾ 3 മാസമായി ഞാൻ ചെയർമാനായിട്ട് വന്നു. ഇവിടെ കാട് പിടിച്ച് അതുപോലെ തന്നെ ലൈറ്റ് ഇല്ലാതെ ഇരുള് അടഞ്ഞു കിടക്കുകയായിരുന്നു. 3 മാസത്തെ വികസന പ്രവർത്തനം ഈ ബീച്ച്, ഈ കാണുന്ന വെട്ടവും വെളിച്ചവും, ഇത് കഴിഞ്ഞ ശനിയാഴ്ച ഇട്ടതാ. സാറ് പറഞ്ഞതുപോലെ ഇവിടെ ഇതുപോലൊരു പ്രദേശത്ത് ലൈറ്റ് ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നേ. ഇത് പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇരുളം മൂടിക്കിടക്കുന്ന ഈ ഒരു പ്രദേശം ചെറുപ്പക്കാർക്കിടയിലേക്ക് ഈ പുല്ല് ഞങ്ങൾ ഒരു റൗണ്ട് വെട്ടിയിട്ട് ഫെബ്രുവരി 5-നാണ് ഞങ്ങൾ 1000 പേരെ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട്, നഗരവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് ക്ലീനിങ് നടത്തിയത്. വീണ്ടും ഉയർന്ന പുല്ലാണിത്. അതിപ്പോൾ ഞങ്ങൾ മുനിസിപ്പൽ ജീവനക്കാർ അല്ല, ഇങ്ങനെ ഒരു വെട്ടം വിളിച്ചു വന്നിരിക്കുന്ന ഈ ഒരു കാര്യം എന്തായാലും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടുതലും അല്ല, അപ്പം ഞങ്ങൾ വാക്കല്ല, വർത്തമാനമല്ല, പ്രവൃത്തിയാണ്. അതെ, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ബിനിമോനെ സംബന്ധിച്ചിടത്തോളം, ബിനിമോൻ ഇവിടെ നിന്ന് MLA ആയി കഴിഞ്ഞാൽ ഈ 80 വർഷം പുറകോട്ട് പോയ നഗരം 100 വർഷം മുമ്പോട്ട് വരും, യാതൊരു സംശയവും വേണ്ട. വികസന രംഗത്ത് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ആ കാലയളവിൽ തലയാഴം പഞ്ചായത്തിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് വിദ്യാസമ്പന്നനാണ്. ഇപ്പോഴും അയാൾ കോൺട്രാക്ടർമാരുടെ കൂടെ പണിക്ക് പോകുന്ന ഒരു തൊഴിലാളി കൂടിയാണ്. കോൺട്രാക്ടർമാർക്ക് ഹെൽപ്പ് ചെയ്യാനും അവരുടെ പണിക്ക് കൂട്ട് പോകാനും നിൽക്കാനും പണി ചെയ്യിക്കാനുമൊക്കെയുള്ള ഹെൽപ്പറായി പണി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് അദ്ദേഹം. വിദ്യാസമ്പന്നനാണ്. ഉറപ്പായിട്ടും പല രാഷ്ട്രീയം മാത്രം തൊഴിലാക്കി മേലനങ്ങാത്ത ഒരുപാട് പേർക്കിടയിൽ ഇതുപോലെ ഒരു മാതൃകാപരമായ പ്രവർത്തനം, ഒരു മാതൃക തന്നെയാണ് അദ്ദേഹം. മാതൃക തന്നെയാണ്. ജനിച്ചിട്ട് ഇതുവരെ ഒരു ജോലിയും ചെയ്യാത്ത ആൾക്കാർ മുഖ്യമന്ത്രി പദത്തിലൊക്കെ ഇരിക്കുന്ന നാടാണ്. ആ നാട്ടിൽ ബിനിമോനെ പോലെയുള്ളവർ അത് തന്നെയല്ല. തന്നെയാണത്. ബിനിമോനെ സംബന്ധിച്ചിടത്തോളം വൈക്കത്തെ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം 29,000 വോട്ടിന് ആശയോട് പരാജയപ്പെട്ടതാണ്. പക്ഷേ ആ പാഠത്തിൽ നിന്ന് വൈക്കത്തെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും പഠിച്ച ഒരു പാഠം, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി UDFൻ്റെ ഘടകകക്ഷികൾ, കോൺഗ്രസിൻ്റെ വാർഡ് തലം മുതലുള്ള എല്ലാ പ്രവർത്തകന്മാരും ചിന്തിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്ത ഒരു കാര്യം ബിനിമോനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു. വേറെ പലരുടെയും പേര് ഇവിടെ പറഞ്ഞു കേട്ടു. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരു പേര് ബിനിമോൻ്റേതാണ്. അതിൻ്റെ ഒരു ഉത്സാഹം ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നഗരത്തിലെയും ഈ നിയോജകമണ്ഡലത്തിലെയും ഏത് പ്രദേശത്തും ബിനിമോന് വളരെ അനുകൂലമായ
ഒരു നിലപാടും കാഴ്ചപ്പാടും ആ ആളുകളുടെ പിന്തുണയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ വലിയ സ്വീകാര്യത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായും ഈ കുറി ബിനിമോനായിരിക്കും വൈക്കത്തിൻ്റെ MLA എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. ഞങ്ങൾക്കും ഇവിടുത്തെ ഒരു പൾസ് അറിഞ്ഞിടത്തോളം ഞങ്ങൾക്കും അക്കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഒരു 10 വർഷക്കാലത്ത് ഭരണവിരുദ്ധ വികാരം ജനങ്ങൾ തിരിച്ചടിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു 60 വർഷക്കാലത്തെ ചെറിയൊരു കാരണം LDFൻ്റെ മെമ്പർ ഇപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ വയനവേലി എന്ന് പറയുന്ന ഒരു വാർഡുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്മനാഭൻ നായർ എന്ന് പറയുന്നയാളുടെ വാർഡാണ്. അദ്ദേഹം അവിടെ വർഷങ്ങളോളം കൗൺസിലറായി, ഇവിടെ മുനിസിപ്പൽ ചെയർമാനായി LDFൻ്റെ. അവിടെ അതിനുശേഷം സുശീല M. നായർ പല പ്രാവശ്യം മാറി മാറി കൗൺസിലറായി. ആണുങ്ങളായിരുന്നപ്പോഴും വനിതയായിരുന്നപ്പോഴും ആ വാർഡിൽ നിന്ന് ജയിച്ചു. അവർക്ക് പെട്ടെന്ന് അസുഖം വന്നു, അവർ ആശുപത്രിയിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് 15 ലക്ഷം രൂപ ആ വാർഡിൻ്റെ വികസന പ്രവർത്തനത്തിന് MLA വയനവേലി റോഡിന് വേണ്ടി കൊടുത്തു. പക്ഷേ അവർ ഈ അടുത്ത കാലത്ത് അകാല നിര്യാണപ്പെടുകയുണ്ടായി. അതിനുശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർ ശ്രീ സോണി സണ്ണി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് അവിടെ നിന്ന് ജയിച്ചു. ആ ജയിച്ച് 1 മാസം തികയുന്നതിന് മുമ്പ് ആ കൊടുത്ത 15 ലക്ഷം രൂപ MLA അത് പിൻവലിച്ചു. അത് പിൻവലിക്കുക തന്നെയല്ല ചെയ്ത് MLAയുടെയും ഈ സുശീല M. നായരുടെയും ഫോട്ടോ വെച്ച അഭിനന്ദനങ്ങൾ അറിയിച്ച ഫ്ലെക്സുകൾ അവിടെ നിൽക്കുക. ആ സ്ഥലത്താണ് അത് പണം പിൻവലിച്ചു കൊണ്ടുപോയത്. അപ്പോൾ ഇതാണ് MLAയുടെ ഒരു ചിറ്റമ്മ നയം. ഈ നഗരസഭയിൽ MLA പറയും ഇതിന് 9.5 കോടി തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ 9.5 കോടി തരണമെങ്കിൽ DTPCക്ക് ഈ ബീച്ച് വിട്ടുകൊടുക്കണം 30 കൊല്ലത്തേക്ക്. 30 കൊല്ലത്തേക്ക് ഈ ബീച്ച് ഇത് ഇത്രയും കോടി രൂപയുടെ 6.5 ഏക്കർ ഭൂമിയായത്. ഇത് മുനിസിപ്പാലിറ്റിയുടെ പേരിൽ കരമടയ്ക്കുന്ന ഭൂമിയാണ്. സർക്കാർ വിട്ടു തന്ന് നമ്മൾ ഈ രീതിയിലാക്കിയെടുത്ത ഈ ഭൂമി 9.5 കോടി രൂപ കാണിച്ചുകൊണ്ട് MLA ഇത് DTPCക്ക് കൊടുക്കുക 30 വർഷത്തേക്ക്. നഗരസഭ കാഴ്ചക്കാരായി നിൽക്കുക. 30 കൊല്ലം ഈ നഗരത്തിൽ ആരൊക്കെ ജീവിച്ചിരിക്കും എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇന്ന് കൊടുക്കുന്ന അംഗങ്ങൾ ആരും തന്നെ അന്ന് കാണണമെന്നില്ല ഇത് തിരിച്ചു പിടിക്കാൻ. അപ്പോൾ ഇത് MLA ഇതിനകത്ത് ദുരുദ്ദേശത്തോടു കൂടിയുള്ള ഒരു സമീപനം എടുത്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇത് നഗരസഭയുടെ ഈ ആസ്തി തിരിച്ച് DTPCക്ക് കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നഗരസഭ അനുവദിച്ചില്ല. അനുവദിക്കാത്തതിൻ്റെ ഇപ്പം ഞാൻ വന്നതിന് ശേഷവും എന്നെ വിളിച്ച് ചർച്ച നടത്തി. ഞാൻ പറഞ്ഞു കൊടുക്കാം, പക്ഷേ നഗരസഭ പണി നടത്തും, പണം നഗരസഭയ്ക്ക് തരണം. ഇതായിരുന്നു നഗരസഭയുടെ ഇതിന് വികസന പ്രവർത്തനം നടക്കുന്നതിന് MLA കൊണ്ടുവരുന്ന പ്ലാൻ അനുസരിച്ച് ഇവിടെ പണി നടത്താം. നഗരസഭയും MLAയും ചേർന്ന് അതിന് നമുക്ക് നേതൃത്വം കൊടുക്കാം. പക്ഷേ അത് ചെയ്യാതെ DTPCയുടെ ആളുകൾ ഉണ്ടാക്കുന്ന പ്രോജക്റ്റുമായിട്ടാണ് MLA ഇവിടെ വന്നത്. അതിപ്പോൾ ലാപ്സായി. ഇപ്പോൾ 3 കോടി രൂപ ചിലവാക്കാൻ നിവൃത്തിയില്ലാതെ ആയുർവേദ ആശുപത്രിക്ക് തന്നേക്കാം എന്ന് പറഞ്ഞ് നടപ്പുണ്ട്. അതുപോലെ തന്നെ 10 നഗരസഭയുടെ ഇവിടെ 50 സെൻറ്റ് സ്ഥലം, ഇവിടെ ഫയർ സ്റ്റേഷൻ നമ്മൾ 90 സെൻറ്റ് സ്ഥലം നഗരസഭ വിട്ടു കൊടുത്തിട്ടുണ്ട് തിയേറ്റർ പണിയാനായിട്ട്. ഫയർ സ്റ്റേഷൻ 60 സെൻറ്റ് സ്ഥലം. അങ്ങനെ 1.5 ഏക്കർ ഭൂമി നഗരസഭയുടെ പണം ഉപയോഗിച്ച് വാങ്ങിയ വസ്തുവാണ്. ആ വസ്തുവിൽ നിന്ന് 50 സെൻറ്റ് മിനി സിവിൽ സ്റ്റേഷന് കൊടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറയണം, മിനി സിവിൽ സ്റ്റേഷൻ പണിയുന്നു, അത് ഏജൻസിയൊക്കെ അവർ തീരുമാനിക്കും, പ്ലാൻ അവരുണ്ടാക്കും. പക്ഷെ നഗരസഭ സ്ഥലം കൊടുക്കണം, നോക്കുകുത്തിയായിട്ട് നിൽക്കണം. ഇതായിരുന്നു MLAയുടെ വാഗ്ദാനം.
എന്തായാലും സാർ അത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കുടുംബവാഴ്ച കൂടി നിലനിൽക്കുന്നതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ജനാധിപത്യ ഭരണമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കുടുംബാധിപത്യം നടന്നുകൊണ്ടിരുന്ന ഒരു വൈക്കത്തിന് എന്തായാലും ബിനിമോൻ വഴി ഒരു മാറ്റം ഉറപ്പായിട്ടും സംജാതമാകട്ടെ എന്ന് ആശംസിക്കുന്നു സർ. താങ്ക് യു.